ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ്രവബലങ്ങളെ കുറിച്ചാണ്. ദ്രവബലങ്ങൾ എന്ന് പറയുമ്പോൾ ദ്രവത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ചില ബലങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നിട്ടുള്ള ചാപ്റ്ററിൽ തന്നിട്ടുള്ള ചിത്രങ്ങളൊന്ന് നോക്കാം. ഒരെണ്ണം കപ്പൽ വെള്ളത്തിലൂടെ പോകുന്ന, മറ്റൊന്ന് ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ പ്രതലത്തിലൊരു ബ്ലേഡ് കിടക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇപ്പോൾ നമ്മൾ കപ്പൽ പോകുന്നത് കൊണ്ട് നമുക്ക് സാധാരണ വിചാരിക്കുന്നത് കപ്പൽ വെള്ളത്തിൽ താഴ്ന്നു പോയില്ലേ എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വരാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും വെള്ളത്തിൽ ബോട്ടിലോ പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കൾ വയ്ക്കുമ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നത് കാണാം. അന്നേരം കല്ല് പോലെയുള്ള നല്ല ഭാരം അനുഭവപ്പെടുന്ന വസ്തുക്കൾ വെള്ളത്തിൻ്റെ പ്രതലത്തിൽ വെച്ചാൽ നേരെ വെള്ളത്തിന് താഴോട്ട് മുങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഭാരമുള്ള വസ്തുക്കളെല്ലാം താഴോട്ട് മുങ്ങിപ്പോകുന്നുണ്ടെന്ന് ഭാരമില്ലാത്ത വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നത്. എന്നാൽ ചില സമയത്ത് ഭാരമുള്ള വസ്തുക്കളും പൊങ്ങിക്കിടക്കുന്നത് കാണാം. അതായത് എന്തോ ഒരു ബലം വെള്ളത്തിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള, ജലത്തിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള ഏതോ ഒരു ബലം വസ്തുക്കൾ ഇങ്ങനെ താങ്ങി പിടിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒരു ബലമാണ്, ഈ ദ്രവബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. പ്ലവക്ഷമ ബലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു ദ്രാവകത്തിലും ഒരു വസ്തു വെക്കുന്ന സമയത്ത് ഒന്നുകിൽ അതിൻ്റെ അത് ഭാഗികമായിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, അല്ലെങ്കിൽ മുങ്ങി നിൽക്കും. അതായത് പകുതി ഭാഗം വെള്ളത്തിന് ഉള്ളിലോട്ടും പകുതി ഭാഗം ജലത്തിൻ്റെ ഉപരിതലത്തിന് പുറത്തോട്ടും ആയിരിക്കും. ഇപ്രകാരം ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്നതോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് മുങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള വസ്തുവിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ഒരു ബലം അല്ലെങ്കിൽ വാതകം പ്രയോഗിക്കുന്ന ഒരു ബലം. അപ്പോൾ സാധാരണ ദ്രാവകത്തിലാണ് നമുക്ക് പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ദ്രാവകം ഈ വസ്തുവിനെ, അതിൽ മുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ മുങ്ങിക്കിടക്കുന്ന വസ്തുവിനെ മുകളിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം, ഭൂഗുരുത്വാകർഷണ ബലത്തിന് എതിരായിക്കൊണ്ട് മുകളിലോട്ട് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് ഈ ദ്രാവകം. ഈ ബലമാണ് പ്ലവക്ഷമ ബലം. ഈ പ്ലവക്ഷമ ബലം കാരണമാണ് വസ്തുക്കൾ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഈ പ്ലവക്ഷമ ബലം എന്ത് ചെയ്യുന്നുണ്ട്? ഭൂഗുരുത്വാകർഷണ ബലത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട്, അതിനെ സന്തുലനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മുകളിലോട്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഭാരമുള്ള വസ്തുവാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന രീതിയിലാണെങ്കിലാണ് അത് എന്ത് ചെയ്യുന്നത്? മുങ്ങിപ്പോകുന്നത്. അതല്ല, അതിനെ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും. അപ്പോൾ വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്നത് ഭാരമാണെങ്കിൽ വസ്തുവിന്മേൽ മുകളിലോട്ട് അനുഭവപ്പെടുന്നതാണ് എന്ത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിക്കിടക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ അതിൽ ദ്രവം പ്രയോഗിക്കുന്ന ബലമാണ് എന്ത്? മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് സാന്ദ്രത കുറഞ്ഞിട്ടുള്ള വാതകങ്ങൾ, ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള വാതകങ്ങൾ, സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ. ഈ വാതകങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയത്ത് താഴെയുള്ള സാന്ദ്രത കൂടിയിട്ടുള്ള വാതകങ്ങൾ ഒരു ബലം പ്രയോഗിക്കുമ്പോഴാണ് എന്ത് ചെയ്ത് പൊങ്ങിപ്പോകുന്നത്. സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ പൊതുവെ മുകളിലോട്ട് ഉയർന്നു പോകുന്നുണ്ട്. ഇനി എങ്ങനെയാണ് പ്ലവക്ഷമ ബലം അളക്കുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പോലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് കല്ലിൻ്റെ ഭാരം അളക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, വായുവിലാണ് കല്ലെടുക്കുന്നത്. വായുവിൽ, അതായത് വേറെ ഒന്നിൻ്റെയും പ്രസൻസ് ഇല്ലാതെ ജസ്റ്റ് വായുവിൽ കല്ല് നൂലിൽ കെട്ടി സ്പ്രിംഗ് ബാലൻസിൽ കൊളുത്തിയിട്ടിട്ട് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഭാരം അളക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതേ കല്ല് തന്നെ, അതേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് ബീക്കറിൽ എടുത്തിരിക്കുന്ന വെള്ളത്തിൽ കല്ല് മുക്കിയ ശേഷം കല്ല് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു?
സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് കല്ലിൻ്റെ ഭാരം അളക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് ഭാരം കിട്ടുന്നത്, ഒന്ന് വായുവിൽ വെച്ചെടുത്തിട്ടുള്ള ഭാരവും മറ്റൊന്ന് ജലത്തിൽ വെച്ചെടുത്തിട്ടുള്ള ഭാരം. അപ്പോൾ കല്ലിന് രണ്ട് ഭാരം കിട്ടി. ഇനി നമുക്കറിയാം ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ വായുവിലെ ഭാരം 10 ഗ്രാം എങ്ങാനും കിട്ടിയാൽ ജലത്തിലെ ഭാരം 8 ഗ്രാം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ജലത്തിൽ കല്ലിന് ഭാരം കുറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാരക്കുറവ്, എത്രത്തോളം ഭാരക്കുറവ് വന്നു? വായുവിൽ 10 ഗ്രാമും ജലത്തിൽ 8 ഗ്രാമും ആണെങ്കിൽ ഭാരക്കുറവ് എത്ര വന്നിട്ടുണ്ട്? 2 ഗ്രാം ഭാരക്കുറവ് വന്നിട്ടുണ്ട്. ആ ഭാരക്കുറവാണ് എന്ത്? പ്ലവക്ഷമ ബലം. അതായത് ദ്രവത്തിൻ്റെ പ്രസൻസിൽ വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടും, എന്നാൽ വായുവിൽ ഭാരക്കുറവ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ദ്രവത്തിൻ്റെ പ്രസൻസിൽ ഉണ്ടാകുന്ന, അത് ദ്രവത്തിൽ വെച്ച് വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ കാരണം കൊണ്ടാണ്? പ്ലവക്ഷമ ബലത്തിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം ഭാരക്കുറവാണ് അനുഭവപ്പെട്ടത് അത് പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. ഇപ്പം നമുക്ക് പ്ലവക്ഷമ ബലം കണ്ടെത്താൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ദ്രവത്തിൻ്റെ പ്ലവക്ഷമ ബലമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരേ വസ്തു ഒരേ സ്പ്രിംഗ് ബാലൻസ് അതായത് വെയിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വായുവിലും തന്നിരിക്കുന്ന ദ്രവത്തിലും ഭാരം കാണുക, എന്നിട്ട് അവ തമ്മിലുള്ള ഒരു വ്യത്യാസം കിട്ടും. ആ വ്യത്യാസമായിരിക്കും ആ ദ്രവത്തിൻ്റെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കാൻ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി. കാര്യം മനസ്സിലായല്ലോ. ഇനി എന്തെല്ലാമാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് 3 ബീക്കറിൽ ഒരെണ്ണത്തിൽ ജലം, മറ്റൊന്നിൽ ഉപ്പുവെള്ളം, മറ്റൊന്നിൽ മണ്ണെണ്ണ അങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി ഇവയിലെല്ലാം എന്ത് ചെയ്യുന്നു? ഒരേ കല്ല് ഒരേ എന്തുപയോഗിച്ചിട്ട് വെയിങ് മെഷീൻ അതായത് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് ഭാരം കണ്ടെത്തുന്നു. അങ്ങനെ ജലത്തിൽ ഭാരം കണ്ടെത്തുന്നു, പിന്നെ മണ്ണെണ്ണയിൽ ഭാരം കണ്ടെത്തുന്നുണ്ട്, പിന്നെ ഉപ്പുവെള്ളത്തിൽ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ജലത്തിൽ ഭാരം കണ്ടെത്തുന്നു, പിന്നീട് ഉപ്പുവെള്ളത്തിൽ, പിന്നീട് മണ്ണെണ്ണയിൽ. അപ്പോൾ എന്നിട്ട് കിട്ടുന്ന വാല്യൂ നമ്മൾ കല്ലിൻ്റെ ഭാരം എന്നുള്ള കോളത്തിൽ എഴുതും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഉപ്പുവെള്ളത്തിലെ വസ്തുക്കൾ നന്നായിട്ട് പൊങ്ങിക്കിടക്കും, ജലത്തിൽ ഭാഗികമായിട്ടാണ് പൊങ്ങിക്കിടക്കുന്നത്. മണ്ണെണ്ണയിൽ കഴിയുന്ന അതായത് വസ്തുവിൻ്റെ 3/4 ഭാഗവും മുങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നതിൻ്റെ ഒരു ഉത്തരം എന്താന്ന് വെച്ചാൽ ഈ ദ്രവങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാന്ദ്രതയാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഉപ്പുവെള്ളത്തിനാണ്. ഏകദേശം 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും ഡെൻസിറ്റി, അതായത് സാന്ദ്രത ഉപ്പുവെള്ളത്തിന്. പിന്നെ കൂടുതൽ അതിൽ കുറച്ച്, അതായത് ഉപ്പുവെള്ളത്തേക്കാൾ കുറച്ച് കുറവുള്ളത് സാധാരണ ജലത്തിനാണ്, അത് 1000. ദെൻ അതിനേക്കാൾ കുറവുള്ളത് സാന്ദ്രത കുറവുള്ളത് മണ്ണെണ്ണയ്ക്കാണ്. അപ്പോൾ സാന്ദ്രത കൂടിയ ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് പൊങ്ങിക്കിടക്കുന്നു, സാന്ദ്രത ഏറ്റവും കുറഞ്ഞിട്ടുള്ള മണ്ണെണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം വസ്തുക്കൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കല്ലിൻ്റെ ഭാരം വ്യത്യസ്തമായിട്ടുള്ള ദ്രവങ്ങളിൽ കണ്ടെത്തിയ ശേഷം കല്ലിൻ്റെ ഭാരം വായുവിൽ കണ്ടെത്തിയതുമായിട്ട് ഇതിൻ്റെ വ്യത്യാസം നോക്കാൻ കഴിയും. ഇങ്ങനെ വ്യത്യാസം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതലുള്ളത് ഉപ്പുവെള്ളത്തിലും കുറവുള്ളത് മണ്ണെണ്ണയിലുമാണ് കാണാം. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു, ആ ദ്രവത്തിൻ്റെ അല്ലെങ്കിൽ ആ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയാണ് അവിടെ അതിനെ സ്വാധീനിച്ച ഘടകം. ഇനി മറ്റൊന്ന്, എന്താണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്ന് നോക്കാം. എന്താണ് സാന്ദ്രത? സാന്ദ്രത എന്ന് പറയുന്നത് ഒരു വസ്തുവിന് യൂണിറ്റ് വോളിയത്തിൽ അനുഭവപ്പെടുന്ന മാസ്സാണ് അല്ലേ. നമ്മൾ
8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സാന്ദ്രത എന്താന്ന് വെച്ചാൽ, അതായത് ഒരു വസ്തുവിന് യൂണിറ്റ് വോളിയത്തിൽ അനുഭവപ്പെടുന്ന